ഹലോ മക്കളെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. When ethyl bromide is heated with sodium in dry ether, it gives. അപ്പോൾ ethyl bromideനെ നമ്മൾ സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സോഡിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഫേമസ് ആയിട്ടുള്ള നെയിം റിയാക്ഷൻ അല്ലേ. ഏതാണത്? വുഡ്സ് റിയാക്ഷൻ അല്ലേ. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് വുഡ്സ് റിയാക്ഷൻ കേട്ടോ. നമുക്കൊന്ന് റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കിയാലോ, എന്നിട്ട് നമുക്ക് പ്രോഡക്റ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാം. ഈഥൈൽ ബ്രോമൈഡ്, നമുക്ക് 2 മോളിക്യൂൾസ് ഓഫ് ഈഥൈൽ ബ്രോമൈഡ് വേണം. 2 മോളിക്യൂൾസ് ഓഫ് C2H5Br റിയാക്ട്സ് വിത്ത് 2 Na വേണം. പിന്നെ ഡ്രൈ ഈതർ ആണ് നമുക്ക് ആവശ്യം. റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? കാർബൺ ആറ്റം എക്സസ് ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ലേ, നമുക്കൊരു ആൽക്കെയിൻ അല്ലേ കിട്ടുന്നത്. ഈ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ വുഡ്സ് റിയാക്ഷൻ പഠിച്ചിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് കിട്ടുന്നത് CH3, CH2, CH2 ആൻഡ് CH3. ഇതെന്ത് കോമ്പൗണ്ട് ആണിത്? ഇറ്റ് ഈസ് ബ്യൂട്ടേൻ അല്ലേ. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? C4H10 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഏതാണ് മക്കളെ? ഓപ്ഷൻ എ അല്ലേ റൈറ്റ് ആൻസർ. അപ്പം സെറ്റ് അല്ലേ?